ഈ ഓണത്തിന് കൈനിറയെ ഓണക്കോടികൾ വേണോ? വിലയോർത്തിനി വിഷമിക്കേണ്ട. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട്. ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ്. ടോപ്പ് എക്സ് ലേഡീസ് കിഡ്സ് വെയർ ആൻഡ് ഫാൻസി, കിള്ളിമംഗലം, ഉതുവടി. അന്താരാഷ്ട്ര അധ്യാപക ദിനത്തിൽ മുള്ളൂർക്കര സ്വദേശി KM ഉമർ ഹാജി ചരിത്രമെഴുതി. 59-ാം വയസ്സിൽ അൽ ഹാക്കമി ബിരുദം നേടി തന്റെ പിതാവിന്റെ ആഗ്രഹമാണ് അദ്ദേഹം സഫലീകരിച്ചത്. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം കഠിനമായ പഠനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഞങ്ങളുടെ പ്രതിനിധി മണി ചെറുതുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അന്താരാഷ്ട്ര അധ്യാപക ദിനത്തിൽ 59-ാം വയസ്സിൽ അൽ ഹാക്കമി ബിരുദം നേടി ചരിത്രം എഴുതിയിരിക്കുകയാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ മുള്ളൂർക്കര സ്വദേശിയും റിട്ടയർഡ് അധ്യാപകനുമായ KM ഉമർ ഹാജി. ചെറുപ്പത്തിൽ സഫലീകരിക്കാൻ കഴിയാതിരുന്ന പിതാവിന്റെ വലിയ ആഗ്രഹമാണ് സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം കഠിനമായ പഠനത്തിലൂടെ അദ്ദേഹം പൂർത്തിയാക്കിയത്. ഈ സുപ്രധാന നേട്ടം അധ്യാപക ദിനത്തിൽ തന്നെ കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് അദ്ദേഹം. മുള്ളൂർക്കര കുറുപ്പത്ത് വളപ്പിൽ പരേതരായ മൊയ്തു ഖദീജ ദമ്പതികളുടെ 4 ആൺമക്കളിൽ ഇളയതാണ് ഉമർ. കർഷകനായ പിതാവിന്റെ വലിയ ആഗ്രഹമായിരുന്നു മകൻ ഖുർആൻ ബിരുദം നേടുക എന്നത്. ഇല്ലായ്മകളോട് പോരാടി വിദ്യാഭ്യാസം നേടിയ ഉമർ 13-ാം വയസ്സിൽ മുള്ളൂർക്കര സ്വദേശി MC പൂക്കോയ തങ്ങളുടെ അനുമതിയോടെ മുള്ളൂർക്കര പള്ളിയിൽ ഖുർആൻ ദർസ് പഠനത്തിന് ചേർന്നു. അത് കുട്ടിക്കാലത്ത് പഠിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സാമ്പത്തികമായ സാഹചര്യം തികച്ചും പ്രതികൂലമായിരുന്നു. കാരണം ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചപ്പോൾ ധാരാളം അംഗങ്ങളുള്ള, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ളൊരു കുടുംബം. അപ്പോൾ ആ കുടുംബത്തിൽ നിന്നുകൊണ്ട് അന്ന് പഠിക്കുക എന്നുള്ളത് ഒരു പ്രയാസം ഉണ്ടാക്കുന്നതായിരുന്നു. എങ്കിലും പോലും പിതാവിന് വലിയൊരു ആഗ്രഹമായിരുന്നു മതരംഗത്ത് ഒരു മതപണ്ഡിതനാവുക, മതരംഗത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു ബിരുദം വാങ്ങുക എന്നുള്ളത്. ഏതായാലും ഈ 59-ാമത്തെ വയസ്സിൽ 56-ാമത്തെ വയസ്സിൽ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചു. അതിങ്ങനെ വിരമിച്ചതിന് ശേഷം പിന്നീട് കഴിഞ്ഞ 2 വർഷമായി പഠനത്തിലായിരുന്നു. ട്രഡീഷണൽ ദർസുകളിൽ നിന്ന് പഠിക്കുന്ന ബിരുദം നൽകുന്ന ആ ഫൈസി, ദാരിമി, ബാക്കവി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ബിരുദം കഴിഞ്ഞ 2 വർഷമായി അതിൻ്റെ പഠനത്തിലായിരുന്നു. ട്രഡീഷണൽ കിതാബുകൾ തന്നെയാണ് അതിൽ പഠിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ കഴിഞ്ഞ 2 വർഷമായി കിതാബുകൾ പഠിക്കുകയും അതിന് നോട്ട്സ് തയ്യാറൊക്കെ ചെയ്തു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഈ 59-ാമത്തെ വയസ്സിൽ അൽ ഹാക്കമി എന്ന ഒരു ബിരുദം, മതബിരുദം കൂടി നേടാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. പിതാവിൻ്റെ വളരെ കാലമായുള്ള, എൻ്റെ കുട്ടിക്കാലത്ത് പിതാവ് ആഗ്രഹിച്ചിരുന്ന ആഗ്രഹം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. തുടർന്ന് 7 വർഷത്തോളം മദ്രസ ജോലിയോടൊപ്പം വിവിധ പള്ളി ദർസുകളിൽ പഠനം തുടർന്നു. ഇതിനിടയിൽ പ്രൈവറ്റായി SSLC, പ്രീ ഡിഗ്രി എന്നിവ പാസായി. ശേഷം ചേന്ദമംഗലൂർ സുന്നിയ കോളേജിൽ 3 വർഷം പഠിച്ച് അഫ്സൽ ഉലുമ ബിരുദവും കരസ്ഥമാക്കി. നന്ദി ദാറുസലാമിൽ കുറച്ചുകാലം പഠനം നടത്തിയെങ്കിലും പ്രാരാബ്ധങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കാരണം വാർദ്ധക്യത്താൽ അവശനായ പിതാവിന്റെ ബുദ്ധിമുട്ട് കണ്ട ഉമർ പിതാവിന്റെ അനുഗ്രഹത്തോടെ ഒമാനിലേക്ക് ജോലിക്ക് പോയി. 9 വർഷത്തെ ഒമാൻ ജീവിതത്തിനിടയിലും പഠിച്ച് വലിയൊരാളാവുക എന്ന ലക്ഷ്യത്തോടെ PSC പരീക്ഷ എഴുതി. ദൈവാനുഗ്രഹത്താൽ അറബിക് അധ്യാപകനായി സർക്കാർ സർവീസിൽ ജോലി ലഭിച്ചു. പിന്നീട് സർക്കാർ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിൽ 45-ാം വയസ്സിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആധുനിക അറബി സാഹിത്യത്തിൽ MA ബിരുദവും 48-ാം വയസ്സിൽ സെറ്റും പാസായി. വിവിധ സർക്കാർ വിദ്യാലയങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നതിനൊപ്പം SCERT പാഠപുസ്തക പരിഷ്കരണ സമിതി അംഗം, സംസ്ഥാന സ്കൂൾ കലോത്സവം, ശാസ്ത്രമേള എന്നിവയിൽ കൺവീനർ, അധ്യാപക പരിശീലന കോർ ഗ്രൂപ്പ് അംഗം, സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് പാഠ്യപദ്ധതി ശില്പശാലയിൽ റിസോഴ്സ് പേഴ്സൺ തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ച വിശ്രമ ജീവിതത്തിനിടയിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് പിതാവിന്റെ ഖുർആൻ ബിരുദം എന്ന വലിയ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന ചിന്തയുണ്ടായത്. തുടർന്ന് ജാമിയ നൂരിയ റാങ്ക് ജേതാവ് നജ്മു സാദാത്ത് നസ്മുദ്ദീൻ തങ്ങൾ ബാക്കഫി, ബാക്കിയാത്ത് റാങ്ക് ജേതാവ് നസീർ ബാക്കഫി, അൽ അബ്രാഹി എന്നിവർ ഉൾപ്പെടെയുള്ള പണ്ഡിതരുടെ കീഴിൽ 2 വർഷം കഠിനമായി പഠിച്ചു. ഒടുവിൽ കൊല്ലം അമ്പലംകുന്ന് മർക്കസ് അൽ നൂർ ഇസ്ലാമിയയിൽ നിന്നും താഹ സൗദിയിൽ നിന്നാണ് അദ്ദേഹം അൽ ഹാക്കമി ബിരുദം നേടിയത്. സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെയും ദക്ഷിണ കേരള ജമയത്തുൽ ഉലമയുടെയും പണ്ഡിതരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് സനദ് സർട്ടിഫിക്കറ്റ് കൈമാറി.
സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി, കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ജില്ലാ സെക്രട്ടറി, മുള്ളൂർക്കര മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി തുടങ്ങിയ നിരവധി സ്ഥാനങ്ങൾ വഹിക്കുന്ന അദ്ദേഹത്തിന് നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഭാര്യ മുംതാസ് പിയു, മക്കൾ റബീഹ് UAE, റവീസ എംഫാം ഫൈനൽ വിദ്യാർത്ഥി, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ 59ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിർന്നപ്പോൾ ധാരാളം സംഘടനകളും ആളുകളും അംഗീകരിക്കുകയുണ്ടായി. ഈ പരീക്ഷ കഴിഞ്ഞ് സനദ് നേടി ബിരുദം നേടിയതിന് ശേഷം ഏകദേശം ഒരു 10-15 ദിവസമായിട്ടുള്ളൂ. കഴിഞ്ഞ ഇത് ഒരു 11ാമത്തെ ആദരവാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പല സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ഒക്കെ വ്യത്യസ്ത രൂപത്തിലുള്ള ആദരവുകളും അംഗീകാരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നാളെ ഒക്ടോബർ 5 അന്താരാഷ്ട്ര അധ്യാപക ദിനം കൂടിയാണ്. ചില പത്രക്കാർ സുഹൃത്തുക്കൾ ആ നിരക്ക് ചോദിക്കുകയുണ്ടായി, ഈ അന്താരാഷ്ട്ര അധ്യാപക ദിനത്തിൽ ഒരു മുൻ അധ്യാപകനായിരുന്നല്ലോ, അപ്പോൾ എന്താണ് പറയാനുള്ളത്? അതുമായി ബന്ധപ്പെട്ട് ചില സുഹൃത്തുക്കൾക്ക് വിളിച്ചു ചോദിച്ചു. ഒരേ ഒരു കാര്യമാണ്, ഇന്നെൻ്റെ ലോകം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ് ഏറ്റവും വലിയൊരു ആയുധം. അറിവിൻ്റെ വിപ്ലവാത്മകമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ അധ്യാപകനും വിദ്യാർത്ഥികൾക്കും സമുദായത്തിനും കഴിയണം. അവിടെയാണ് എല്ലാ നിരക്കുമുള്ള വിജയം ഉള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ന്യൂസ് ഡെസ്ക് CCV.